ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കുറച്ചൊരു പാർട്ടി വ്ളോഗാണ്. അപ്പോൾ നിൽക്കാൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുഡ് പ്രിപ്പറേഷനൊക്കെ കാണാം. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പുഡിംഗ് എന്നാണ് കേട്ടോ. കാരണം പുഡിങ് സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കില്ല. അപ്പോൾ ആദ്യം ഇതൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീമാണുള്ളതെങ്കിൽ അതെടുക്കുക. എൻ്റെ കയ്യിൽ പൗഡറാണുള്ളത്. അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് തണുത്ത പാൽ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓവർ ബീറ്റ് ചെയ്യാണ്ട് പിന്നെ അത്യാവശ്യം ഒരു ലൂസിൽ ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്കിതിനെ കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമായിട്ടുണ്ട്. അപ്പം മാംഗോയും ആപ്പിളും പൈനാപ്പിളുമാണ് ഞാൻ എടുത്തത്. അപ്പം വാട്ടർമെലൺ ഒഴികെ ബാക്കി അങ്ങനെ ഇതുപോലെയുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിനുപയോഗിക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളൊരു പാർട്ടി തയ്യാറാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഇല്ലെങ്കിൽ നമുക്ക് അന്ന് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്തുണ്ടാക്കണം എന്നൊക്കെ കരുതിയാണെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല, ടൈമും അങ്ങ് പോവില്ലേ. അപ്പം ഒന്നെങ്കിൽ തലേന്ന ദിവസം ഇന്നത് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളൊരു മൈൻഡിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തലേന്നേ വാങ്ങിച്ച് വെക്കുന്നതും കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും അല്ലേ. പിന്നെ പിറ്റേന്ന് രാവിലെ പോയിട്ട് വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി ടൈമാവും. പിന്നെ അപ്പം തലേന്ന് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കുന്നത് കുറച്ചും കൂടിയും നല്ലതായിരിക്കും. പൈനാപ്പിൾ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ, ഒരു ചെറിയ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതും ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിൽ പപ്പാഴയൊക്കെ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിനൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമ്മുടെ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു ഫ്രൂട്ട്സിലോട്ട് നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ സിറപ്പാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത ശേഷം അതിലെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മാറ്റാം. ആ ഒരു സിറപ്പ് മാത്രം നമുക്ക് ഫ്രൂട്ട്സും സിറപ്പും കൂടി ഒന്ന് വേറെ വേറെ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ ഫ്രൂട്ട്സ് വേറെയും ആ ഒരു സിറപ്പും വേറെയും ആക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ രണ്ടും വേറെ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സിലോട്ട് നമ്മുടെ തിക്കായിട്ടുള്ള ക്രീമില്ലേ, ഇപ്പോൾ ഞാനിവിടെ എടുത്തത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്ര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു കളറായിരുന്നു കേട്ടോ ഇത് കാണാൻ. അതുപോലെ നല്ലൊരു സ്മെല്ലും ഉണ്ട്. ഇനിയിപ്പം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. ഇനിയിപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് മാറ്റണം. ഇപ്പോൾ നിങ്ങളുടെ പാത്രത്തിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കുക. ഞാനിപ്പോൾ 2 പുഡിങ്ങിനും കൂടിയിട്ടുള്ള ബ്രെഡാണ് ഇപ്പോൾ എടുത്തത്. അപ്പം അത് എല്ലാത്തിൻ്റെയും വശങ്ങളൊക്കെ ഒന്ന് കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അത്ര ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ബ്രെഡൊക്കെ ഈ പാത്രത്തിലോട്ട് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. എവിടെയും ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല അടുപ്പിച്ചായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഞാനിപ്പം രണ്ടാമത്തെ പുഡിങ്ങും ഏകദേശം ഈ ഒരു മിക്സൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേറെ ഒരു റെസിപ്പിയൊന്നുമില്ല, ജസ്റ്റ് കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇനിയിപ്പം ബ്രെഡൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ ഒരു ഷുഗറും മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക, എവിടെയും വിട്ടു പോകാണ്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് പൗഡറൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ക്രീമിൽ അതിതിൻ്റെ മേളിലോട്ട് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കട്ട് ഫ്രൂട്ട് മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം വിചാരിച്ചത് 2 പുഡിങ്ങും കൂടി ഒരു ട്രേയിലാക്കാമെന്നായിരുന്നു.
പക്ഷേ നടന്നില്ല. ഇത് വിചാരിച്ച പോലെ നിൽക്കുന്നില്ല, ഇത് ഒലിച്ചു പോവുകയാണ്. അപ്പം എൻ്റെ പ്ലാനൊക്കെ വീണ്ടും ഞാൻ മാറ്റി രണ്ടും വേറെ വേറെ തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ച് കട്ട് ഫ്രൂട്ട് മിക്സൊക്കെ ഒഴിച്ച ശേഷം ഇതിൻ്റെ മേലോട്ട് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഡെക്കറേഷൻ വേണ്ടേ, അതിനുവേണ്ടി കുറച്ച് ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഇനി കുറച്ച് സമയം ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായിരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ പുഡിങ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടി ഒരു മാംഗോ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. നല്ല തിക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഞാനിത് സെറ്റാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മതി, മറ്റേ ഒരു പുഡിംഗ് ഉള്ളതുകൊണ്ട് ഇത് കുറച്ച് മതി. അപ്പോൾ നേരത്തെ ബാക്കിയായിട്ടുള്ള ബ്രെഡും അതിൻ്റെ മേളിലോട്ട് നമ്മുടെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ടില്ലേ, ആ ഒരു ഫ്രൂട്ട്സ് അതിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു മിക്സ്, ആ ഒരു പാലിൻ്റെ മിക്സ് മാത്രം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മാംഗോ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് സെറ്റാക്കി ലെവലാക്കി എടുക്കുക. ഇതിനിപ്പോൾ ബ്രെഡിന് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മിക്സൊന്നുമില്ല. അപ്പോൾ നേരത്തെ ഉള്ള ആ ഒരു ബാക്കി ഫ്രൂട്ട്സിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഈ ഒരു മാംഗോ പൾപ്പിൻ്റെ മേളിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതും നേരത്തെ ഉള്ള ബാക്കിയാണ് കേട്ടോ, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് സെറ്റാക്കിയിട്ടൊന്ന് എന്തെങ്കിലും ഒരു ഗാർണിഷ് ചെയ്തെടുക്കണം. തൽക്കാലം ഞാനിപ്പോൾ ഇതൊന്ന് ലെവലാക്കി വെക്കുവാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഡെക്കറേഷനൊക്കെ കൊടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതും ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കണം. അപ്പം ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വല്ല സിമ്പിൾ പണിയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പാർട്ടിയിൽ പുഡിങ്ങൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് സെറ്റാക്കി വെക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ അത് സെറ്റായി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നേരത്തെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വെക്കുക. ഇതൊരു 4-5 മണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും കേട്ടോ. അപ്പം ഇതും കൂടി ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചിക്കനും മട്ടനും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഈ പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. മട്ടനാണ് കറി, പിന്നെ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാണ്. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നത് ഇക്കയാണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ സ്പെഷ്യൽ മസാലയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിലിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പുതിന, മല്ലിച്ചപ്പാണ് കേട്ടോ. ഇതിപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. ഇനിയിപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുക. ഗ്രില്ല് ചെയ്യുമ്പോൾ എപ്പോഴും തന്നെ ഉണ്ടോ ചെയ്യാറ്, അപ്പം ഞാനിതുവരെ ചെയ്തിട്ടില്ല. ഇനിയിപ്പം തൈര് വേണം കേട്ടോ, നല്ല കട്ട തൈര് വേണം. അപ്പോൾ തൈരിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തൈരൊന്ന് അരച്ചിട്ട് എടുക്കുക, അതിലുള്ള വെള്ളം ഒഴിവാക്കി എടുക്കുക. അപ്പോൾ നമ്മളത് വിട്ടുപോയിട്ടോ, ഇല്ലെങ്കിൽ ഒരു വെള്ളം മസാല പിടിക്കാത്ത പോലെ തോന്നും, കുറച്ച് വെള്ളമായിട്ടിരിക്കും. ഇനിയിപ്പോൾ ഇതാ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. പിന്നെ ഉപ്പ്, കുറച്ച് ഗരം മസാല, കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകമില്ലേ, ക്യുമിൻ സീഡ്, അതും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇതിലോട്ട് ചേർത്ത്, പിന്നെ ഒരു ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വരഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിപ്പിച്ചെടുക്കുക. ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് ടിഷ്യൂ വെച്ച് ഒപ്പിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചിക്കനിലോട്ട് മസാലയ്ക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനിയിപ്പോൾ എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ഈ ടേബിളിൻ്റെ മാറ്റൊക്കെ ഒന്ന് വാഷ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം ബാക്കിയൊക്കെ ഒന്ന് ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി, ബാക്കി കുറച്ച് മിനുക്ക് പണികളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും വരാമെന്ന് പറഞ്ഞാലും എത്ര ക്ലീൻ ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെയാണ് കേട്ടോ. എത്ര ക്ലീൻ ചെയ്താലും ശരിയാവാത്ത മാതിരി തോന്നും. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ചു വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പണികളൊക്കെ ചെയ്ത ശേഷം ബാക്കി കിച്ചണിൽ ഇനിയും പണികൾ ബാക്കിയിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷ് ആവാനുണ്ട്.
ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇനിയിപ്പോൾ ഒരു പാർട്ടി നടക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പേ തന്നെ അതിനുള്ള ജോലികളൊക്കെ ചെയ്ത് തുടങ്ങണമല്ലോ അല്ലേ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ തിരക്കായി പോവും. അപ്പം കുറച്ച് മുമ്പേ ഇറങ്ങി എല്ലാം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലീനിങ്. ഇനിയിപ്പോൾ ഇതാ ഫ്രഷായി കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കണ്ണുവച്ച് പത്തിരി ഉണ്ടാക്കണം. അതിനു വേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് ആട്ടപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൂചിപ്പൊടി, റവയില്ലേ, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ എനിക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലിട്ടത്. നിങ്ങൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ കുറച്ച് ടൈമിൽ. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അത്യാവശ്യം കുറച്ചൊരു വലുപ്പത്തിലാണ് ഞാനിത് ഉരുളയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പുറത്തേക്ക നമ്മുടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പം വെക്കുന്നതിന് മുന്നേ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ലാക്കാൻ വേണ്ടി വെക്കുവാണ്. ഇനി പത്തിരിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. നമ്മുടെ ചപ്പാത്തിക്കില്ലേ അതുമാതിരി ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 4 വശവും ഈ ഒരു 4 വശവും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഫ്ലവർ പോലെ കിട്ടും. ഇതിപ്പോൾ എല്ലാ പത്തിരി ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ടൈമിൽ കുറച്ച് നമ്മുടെ കുക്കുംബർ സാലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കുംബറൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ടൈപ്പ് കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ടൈപ്പും പിന്നെ നമ്മുടെ ഒരു സാദാ വലിയ ടൈപ്പും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പം ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ലെറ്റ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഞാൻ ഒരു ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾ സാലഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ പത്തിരിയുടെ ബാക്കി പണിയാണ്. അപ്പോൾ അത് ഒരു ഫോൾഡ് ചെയ്ത് വെച്ചതൊക്കെ ഒരു പത്തിരിയാക്കി എടുക്കണം. അപ്പം അധികം ഓവറായിട്ട് അങ്ങ് പരത്തണ്ട, കുറച്ചൊരു തിന്നായിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. ഈ ഒരു പത്തിരി നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് കേസറോളെങ്ങാനിട്ട് വെക്കുക. അധിക ടൈമിൽ നമ്മൾ പുറത്ത് വെച്ചാൽ കുറച്ചങ്ങ് ഹാർഡായി പോകും. അപ്പം ബെറ്റർ ആയിട്ടുള്ളത് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്കിൽ ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടി നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, നെയ്യും ഓയിലും കൂടി. അപ്പം ശരിക്കിത് നെയ്യിൽ തന്നെ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിപ്പം കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. നമ്മുടെ പൂരി പോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് റെഡിയായി കിട്ടും. ഒരുപാട് ടൈം നമ്മളിത് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ 2 വശവും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇനി എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിൽ ഒരാൾ നോർത്ത് ഇന്ത്യനാണ് കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മുടെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് പുട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഗസ്റ്റിനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു കുക്കിങ്ങും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയ കൂട്ടുകാരൊക്കെ കാണുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇനിയിപ്പം സർവിങ്ങും കാര്യങ്ങളൊക്കെയാണ്.
ഇനിയിപ്പോൾ ഇത് നമ്മൾ നെയ്പത്തിരി കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്പത്തിരിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഇത് മട്ടൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ മട്ടൻ കറി സെറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ്ങില്ലേ, അതും ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ സെർവിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നേരത്തെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു പുഡിങ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ പുഡിങ് മാംഗോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തൽക്കാലം സെർവ് ചെയ്യുന്നൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു കിസ്മിസ് വെച്ചിട്ട് ഒന്നങ്ങ് വെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.